ഹായ് ഓൾ, എല്ലാവരും സുഖമല്ലേ? കുറച്ച് നാളായിട്ട് വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ എല്ലാവരും നമ്മുടെ RSIനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണം. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കുറച്ചായിട്ട് ഗ്രൂപ്പിൽ പറയുമ്പോൾ ആൾക്കാർക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് RSI ബേസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. RSI ഫസ്റ്റ് ഓഫ് ഓൾ അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം RSI എന്താണെന്ന് മനസ്സിലാക്കണം. അല്ലാണ്ട് വെറുതെ ചാടിക്കറി RSI എന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടു ഓക്കെ ഇതിൽ ഞാൻ ഇങ്ങനെ RSI ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യാം എന്ന് കേൾക്കുന്നതിന് പകരം ആദ്യം RSI എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് അത് ബേസ് ചെയ്തിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം. RSI മാത്രം ബേസ് ചെയ്ത് നമുക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. RSIയുടെ കൂടെ വേറെ എന്തെങ്കിലും കൂടി നമ്മൾ ക്ലബ് ചെയ്യണം. അത് എന്തും ആവാം, പ്രൈസ് ആക്ഷൻ ആവാം, വോള്യം ആവാം, എന്ത് ബേസ് ചെയ്തിട്ടാണെങ്കിലും അതിന്റെ കൂടി ഒരു കാരണവും കൂടി വേണം. അപ്പൊ RSI ഡൈവേർജൻസ് ആണ് നമ്മുടെ ടോപ്പിക്. ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം RSI ഡൈവേർജൻസ് ആണ് ഇന്നത്തെ ടോപ്പിക്. അപ്പൊ RSI ഡൈവേർജൻസ് ബേസ് ചെയ്തിട്ട് RSI എന്ന് പറയുന്ന സാധനം ബേസിക്കലി അത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ആണ്. ഈ RSI എന്ന് പറയുന്ന സാധനം, അതായത് നമ്മൾ ഈ ഏത് സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിലും ഇൻഡെക്സ് ആണെന്നുണ്ടെങ്കിലും ഏത് ചാർട്ട് എടുക്കുന്നോ ആ ചാർട്ടിന്റെ പ്രൈസ് മൂവ്മെന്റിന്റെ സ്ട്രെങ്ത് ആണ് RSI അളക്കുന്നത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ സ്പീഡ്, ആ എത്ര സ്പീഡിലാണ് അതിന്റെ പ്രൈസ് മുകളിലേക്കാണെന്നുണ്ടെങ്കിൽ മുകളിലേക്ക് കയറി പോകുന്നത്, അല്ലെങ്കിൽ താഴേക്കാണെന്നുണ്ടെങ്കിൽ താഴേക്ക് എത്ര സ്പീഡിൽ ഇറങ്ങി വരുന്നു എന്ന് ബേസ് ചെയ്തിട്ടാണ് RSIയുടെ ആ ഒരു ഡെഫിനിഷൻ വരുന്നത് തന്നെ. ബേസിക്കലി അതിന്റെ സ്പീഡും ചേഞ്ച് ഓഫ് പ്രൈസ് എന്നാണ് പറയുന്നത്. അത് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. നമ്മൾ RSI ബേസിക്കലി നമ്മൾ ഇൻഡിക്കേറ്ററിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ RSI ഇതിൽ ടൈപ്പ് ചെയ്യാം. ഇതാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്ന് പറയുന്ന സംഭവം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സംഭവം ബേസിക്കലി ഇതാണ്. ഇതില് നമ്മൾ കൊടുക്കുന്ന ക്രൈറ്റീരിയാസ് അത് ഡിഫോൾട്ട് ആയിട്ട് എന്ത് വരുന്നോ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. 14 RSI ആണ് എല്ലാവരും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. അതിൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല, ഡിഫോൾട്ട് ആയിട്ട് തന്നെ പോവാം. ഇനി നമുക്ക് RSI ഡൈവേർജൻസ് എങ്ങനെ കണ്ടുപിടിക്കാം, ബേസിക്കലി അത് ബേസ് ചെയ്ത് എങ്ങനെ ട്രേഡ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞ കാര്യം. അപ്പം അതിൽ ഒരു ബേസിക് ഐഡിയ ഞാൻ തരാം. ആ ബേസിക് ഐഡിയ നിങ്ങൾ സ്വന്തം ഡെവലപ്പ് ചെയ്തെടുക്കണം. ആ ബേസിക് ഐഡിയ വെച്ചിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു സിസ്റ്റം RSIന് ഡൈവേർജൻസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. കാര്യം ഒരാൾ ചെയ്യുന്ന രീതി വേറൊരാൾ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ സ്യൂട്ടായി എന്ന് വരില്ല. അപ്പൊ അതിന് പകരം അതിന്റെ ബേസിക് അതെങ്ങനെ ട്രേഡ് ചെയ്യാം, അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് ബേസ് ചെയ്തിട്ട് അതിൽ എന്ത് കൂടെ ക്ലബ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നു, അത് ബേസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കുക. അപ്പൊ RSI ഡൈവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പ്രൈസ് മേളിലേക്ക് നമ്മുടെ ചാർട്ടില് ക്യാൻഡിൽ മേളിലേക്ക് കയറി പോകുന്നുണ്ട്. പക്ഷേ അതേ സ്പീഡിൽ RSI എന്ന് പറയുന്ന സാധനം, അതായത് ഈ ഭാഗത്ത് അത് മേളിലേക്ക് കയറി പോകാണ്ട് വരുമ്പോഴാണ് അതിനൊരു ഡൈവേർജൻസിന് വരുന്നത്. ദർ ആർ 2 ടൈപ്പ് ഓഫ് ഡൈവേർജൻസ്. റെഗുലർ ഡൈവേർജൻസ് ഉണ്ട്, പിന്നെ ഹിഡൻ ഡൈവേർജൻസ് ഉണ്ട്. ഹിഡൻ ഡൈവേർജൻസിലേക്ക് ഇപ്പൊ ഞാൻ പോകുന്നില്ല, കാര്യം അത് കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ഇതൊന്ന് കംഫർട്ടബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് വേറൊരു വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. കാരണം രണ്ടും കൂടെ ക്ലബ് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ആദ്യം RSIയുടെ റെഗുലർ ഡൈവേർജൻസ്, അതാണ് ഈസിയസ്റ്റ് ഫോം ഓഫ് RSI ഡൈവേർജൻസ്. അത് മനസ്സിലാക്കി അതിൽ കംഫർട്ടബിൾ ആയി അത് പഠിച്ച് അത് ടെസ്റ്റ് ചെയ്ത് അത് വെച്ച് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന രീതി ആയി കഴിയുമ്പോൾ നമുക്ക് ഹിഡൻ ഡൈവേർജൻസിലേക്ക് പോവാം. RSI ഹിഡൻ ഡൈവേർജൻസിലേക്ക് പോവാം. കാരണം RSI ഹിഡൻ ഡൈവേർജൻസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പം നമുക്ക് RSI ഡൈവേർജൻസ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് ഇത്ര വലിയൊരു ന്യൂക്ലിയർ സയൻസ് ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ലോജിക് ആണ്. അപ്പൊ നമ്മളിപ്പോൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വന്ന് ബേസ് ചെയ്തിട്ട് തന്നെ പോവാം. ഞാൻ അത്ര ഡീറ്റെയിലേക്കായിട്ട് പ്രിപ്പറേഷനിലേക്ക് പോയിട്ടില്ല, ബിക്കോസ് ഇറ്റ്സ് റമദാൻ ടൈം. സോ ബേസിക്കലി എന്താണ് RSI ഡൈവേർജൻസും അത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത് ഫസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ 21st നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ, അതായത് നിഫ്റ്റിയുടെ സ്പോട്ട് ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ അതിലൊരു ക്ലിയർ കട്ട് ഡൈവേർജൻസ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തൊരു സംഭവമാണ്. അന്ന് ആ സംഭവം നടക്കുമ്പോൾ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഇത് ചെയ്താണ്. അതിൽ ഒരുപാട് പേര് അതിൽ അത് എൻകാഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് വന്നതിൽ ഏറ്റവും ബെസ്റ്റ് RSI ഡൈവേർജൻസ് അതൊക്കെ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അതിന് റീസൺസ് ഞാൻ പറഞ്ഞുതരാം. ഇതില് നമുക്ക്
കൺഫർമേഷൻ എത്രത്തോളം കൺഫർമേഷൻസ് ഒരു ട്രേഡിന് കിട്ടുന്നു അത്രത്തോളം നമുക്കതിന് റിസ്ക് കുറവും റിവാർഡ് കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കും. അതാണ് എപ്പോഴും നോക്കട്ടെ. ഒരൊറ്റ കൺഫർമേഷൻ ബേസ് ചെയ്ത് മാത്രം ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് എന്താ പറയുക 50-50 ചാൻസേ ഉള്ളൂ. നമുക്കത് 2 കൺഫർമേഷൻസ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഒരു 70% ചാൻസ് പ്രോഫിറ്റിലാവാൻ ഉണ്ടാവും, 30% ചാൻസ് ലോസിന്. എപ്പോഴും ഒരു ചാൻസ് ഉണ്ടെന്നാൽ എത്ര കൺഫർമേഷൻ പറഞ്ഞാൽ അതൊരു 3 കൺഫർമേഷൻസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് 80% ചാൻസും പ്രോഫിറ്റ് ആവാനും 20% ചാൻസ് ലോസ് ആവാനും സാധ്യതയുണ്ട്. അപ്പൊ എത്രത്തോളം കൺഫർമേഷൻസ് നമ്മൾ കിട്ടുന്നോ അത്രത്തോളം നമുക്ക് പ്രോഫിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതൽ കിട്ടും. ഇപ്പൊ 21-ാം തീയതി വന്ന RSI ഡൈവേർജൻസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതില് ഫസ്റ്റ് നിഫ്റ്റി കയറി, അതിനുശേഷം നിഫ്റ്റി മേളിൽ കയറി, ഇതാണ് സെക്കൻഡ് ആയിട്ട് ഇവിടുന്ന് കയറി ഇതൊന്ന് കൺസോൾട്ടേറ്റ് ചെയ്തു, പിന്നെ മേളിലേക്ക് പോയി. നമ്മുടെ ഒരു ലെവൽ അവിടെ ഉണ്ടായിരുന്നു 2282. അത് നേരത്തെ മുതൽ നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യുന്ന ലെവലാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ് നിഫ്റ്റിയെ സംബന്ധിച്ചോളം. ഈ 2282-ന്റെ അടുത്ത് വരെ പോയിട്ട് അത് തിരിച്ചു വന്നു. പക്ഷേ RSI അപ്പോൾ ആ സമയത്ത് ആദ്യം നിഫ്റ്റി കയറിയ ഓൾമോസ്റ്റ് അത്രയും തന്നെ പിന്നെയും RSI കയറിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് സ്ട്രെങ്ത്തിന് ഒരു കുറവും അവിടെ വന്നിട്ടില്ല. അതിനുശേഷം ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പിന്നെ നിഫ്റ്റി രണ്ടാമത് കയറിയ ഹൈനെയും കാട്ടി കൂടുതൽ കയറുകയും ചെയ്തു, നമ്മുടെ ലെവലിൽ പോയി നിൽക്കുകയും ചെയ്തു. അതിനുശേഷം ഒരു സ്പിന്നിങ് ടോപ്പ് ഫോം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മളൊരു ഈവനിങ് സ്റ്റാർ എന്ന് പറഞ്ഞ രീതിയിലുള്ള ഒരു ചാർട്ട് പാറ്റേണും അവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ലൈക്ക് ഒരു ഈവനിങ് സ്റ്റാർ എന്നുള്ള രീതിയിലുള്ള ചാർട്ട് പാറ്റേണും അവിടെ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. RSIയും ഡൈവേർജൻസ് ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. RSI ഡൈവേർജൻസ് എന്ന് പറഞ്ഞത് ഇതാണ്. അതായത് നിഫ്റ്റിയുടെ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നിഫ്റ്റിയുടെ ട്രെൻഡ് ലൈൻ മേളിലേക്കും RSIയുടെ ട്രെൻഡ് ലൈൻ താഴേക്കുമാണ് പോകുന്നത്. അതിനെയാണ് ബേസിക്കലി ദ ബേസിക് റെഗുലർ RSI ഡൈവേർജൻസ് എന്ന് പറയുന്നത്. RSI ഡൈവേർജൻസ് മാത്രം നോക്കുകയാണെങ്കിൽ ഇതാണ് RSI ഡൈവേർജൻസ്. അതായത് നിഫ്റ്റിയുടെ നമ്മളിപ്പോൾ ട്രെൻഡ് ലൈൻ വരക്കുകയാണ്, നിഫ്റ്റിയുടെ ചാർട്ടിൽ, അതായത് ക്യാൻഡൽ സ്റ്റിക്കിൽ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരക്കുകയാണെങ്കിൽ അത് മേളിലേക്ക് പ്രൊജക്ട് ചെയ്തേക്കും, RSIയുടെ താഴേക്ക്. അത് എന്താ പറയാ, മേളിൽ നിഫ്റ്റി വീക്കായി തുടങ്ങുന്നു എന്ന് പറയുമ്പോഴാണ് കേട്ടോ. അത് RSI ഡൈവേർജൻസ് 2 രീതിക്കുണ്ട്. ഒന്ന് ഷോർട്ട് സൈഡിലേക്കുള്ള ഡൈവേർജൻസും പിന്നെ ഒന്ന് ലോങ് സൈഡിലേക്കുള്ള ഡൈവേർജൻസും. ഞാൻ ഈ പറയുന്നത് ഷോർട്ട് സൈഡിലേക്കുള്ള ഡൈവേർജൻസിന് വേണ്ടിയാണ്. അതായത് മേളിൽ ചെന്നിട്ട് ഒരുപാട് മേളിൽ ചെന്നിട്ട് എവിടെ വെച്ചാണ് അത് ഇൻഡെക്സിന്റെ സ്ട്രെങ്ത് വീക്ക് ആവുന്നതെന്ന് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഈ കാണിക്കുന്നത്. അതുപോലെ തിരിച്ച് താഴേക്ക് ഇറങ്ങി വരുമ്പോഴും RSI ഡൈവേർജൻസ് നമുക്ക് വരും. അത് വീൽ ഫൈൻഡ് ഔട്ട്, നമുക്ക് മാനുവലി തന്നെ നോക്കാം എവിടെയൊക്കെ അത് വരുന്നുണ്ടെന്നുള്ള കാര്യം. അപ്പൊ ഇതിപ്പോ ബേസിക്കലി ഈ RSI ഡൈവേർജൻസിന്റെ ബേസിക് കൺസെപ്റ്റ് ഇതാണ്. ഇപ്പം നമ്മൾ ഒരു ഇൻഡെക്സ് വീക്കായി തുടങ്ങി, അതായത് മുകളിലേക്ക് കയറി പോയാണോ ഇൻഡെക്സ് വീക്കായി തുടങ്ങി എന്ന് മനസ്സിലാക്കുന്ന എങ്ങനെ, അതിന്റെ ചാർട്ടിന്റെ ട്രെൻഡ് ലൈൻ മേളിലേക്ക് പ്രൊജക്ട് ചെയ്യും, അതിന്റെ RSIയുടെ ട്രെൻഡ് ലൈൻ താഴേക്കും പ്രൊജക്ട് ചെയ്യും. അപ്പം അതിന്റെ അർത്ഥം എന്താണ്? പ്രൈസ് കയറുന്നുണ്ട്, പക്ഷേ സ്ട്രെങ്ത് ഇല്ലാണ്ടാണ് കയറുന്നത്. RSI എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇത് ആ പർട്ടിക്കുലർ ചാർട്ടിന്റെ സ്ട്രെങ്ത് ആണ് RSI നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. അപ്പൊ ആ സ്ട്രെങ്ത് ഇല്ലാണ്ടാണ് സാധനം മേളിലേക്ക്, പ്രൈസ് മേളിലേക്ക് കയറി പോകുന്നത്. ഇതിൽ ട്രാപ്പുകൾ ക്രിയേറ്റഡ് ആവും, അതൊന്നും ഇല്ലാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ദർ ക്യാൻ ബി ട്രാപ്പ്. അപ്പൊ ആ ട്രാപ്പുകൾ ഒഴിവാക്കാനാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഒരു കേസിൽ നമുക്ക് 3 കൺഫർമേഷൻസ് ഉണ്ട്. 3 കൺഫർമേഷൻസ് അല്ല, ഈ പർട്ടിക്കുലർ ടൈമിൽ ഇപ്പം എന്താ പറയാ, അന്നത്തെ വീക്ക്ലിയുടെ 22,100ന്റെ പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു വോളിയം കൺഫർമേഷൻ ക്രിയേറ്റഡ് ആവും. ആ ചാർട്ട് ഞാനിപ്പോൾ എടുക്കുന്നില്ല, അത് നിങ്ങൾക്ക് ഇനി നമുക്ക് എടുക്കാനും പറ്റില്ല, കാര്യം ഇറ്റ്സ് ഓൾറെഡി ആൻ എക്സ്പയർഡ് ചാർട്ടാണ്. സോ വി വിൽ നോട്ട് ഗെറ്റ് ദാറ്റ്. അപ്പൊ അത് അന്ന് നമ്മൾ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തപ്പോൾ അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പർട്ടിക്കുലർ ക്യാൻഡലിന് വോളിയം കൂടുതലായിരുന്നു, ഈ സ്പിന്നിങ് ടോപ്പ് ക്യാൻഡലിന് വോളിയം കൂടുതലായിരുന്നു. ഇത് നമ്മൾ കമ്പൈൻ ചെയ്ത് ഈ ക്യാൻഡൽസ് എല്ലാം കൂടി കമ്പൈൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതൊരു ഈവനിങ് സ്റ്റാർ ക്യാൻഡൽ ആയിട്ടും അത് ഈവനിങ് സ്റ്റാർ പാറ്റേൺ ആയിട്ടും അത് ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇമ്പോർട്ടന്റ് ലെവൽ ആയിട്ടുള്ള 22,800 മുട്ടി നിൽക്കുകയാണ്. RSIക്ക് ക്ലിയർ കട്ട് ഡൈവേർജൻസ് വന്നിട്ടുണ്ട്. നല്ല ക്ലിയർ ആയിട്ട് നല്ല സ്ലോപ്പിംഗ് ഡൈവേർജൻസ് ആണ് RSIക്ക് വന്നിട്ടുള്ളത്. അപ്പം അവിടെ ചെന്ന് മനസ്സിലായി, അതായത് സ്ട്രെങ്ത് പോയി, മാർക്കറ്റ് താഴേക്ക് വരാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് ബേസിക്കലി RSIയുടെ ബേസിക് കൺസെപ്റ്റ്. ഇത് തിരിച്ചും വരാം. അതായത് ഇതിപ്പം നമ്മൾ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ ഇതുമാതിരി തന്നെ ഇത് താഴേക്ക് വരുന്നു, ഇത് ലൈക്ക് എന്താ പറയുക, ഇൻഡെക്സ് താഴേക്ക് വരുന്നു, പക്ഷേ നമ്മുടെ സ്പോട്ടിന്റെ താഴേക്ക് വരുന്നു, പക്ഷേ RSI താഴേക്ക് വരുന്നില്ല. അതായത് ഇൻഡെക്സ് അതിന് മുമ്പ് വന്ന ലോയിന്റെ അത്രയും ലോയിലേക്ക് RSI വരുന്നില്ല, പക്ഷേ പ്രൈസ് അതിന് താഴേക്ക് വന്നു. അപ്പൊ അതിന്റെ അർത്ഥം
റിവേഴ്സലിനുള്ള സമയമായി എന്നാണ്. അതായത് തിരിച്ച് മേളിലേക്ക് കയറാനുള്ള സമയമായി. ആ ഫോളിന്റെ സ്ട്രെങ്ത് താഴേക്ക് വരുന്നതിന്റെ പ്രൈസ് താഴേക്ക് വരുന്നതിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു എന്നും കൂടി ഡിഫൈൻ ചെയ്യുന്നതാണ് ഈ RSI ഡൈവേർജൻസ് എന്ന്. അപ്പൊ RSI ഡൈവേർജൻസ് രണ്ട് വഴിക്കും നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ RSI ഡൈവേർജൻസ് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം നോക്കുക, ആ ഡൈവേർജൻസ് മാത്രമായിട്ട് യൂസ് ചെയ്യരുത്. അതിന്റെ കൂടി വേറെ എന്തെങ്കിലും ഒന്നോ രണ്ടോ കാരണം കൂടി ക്ലബ് ചെയ്തിട്ടാവണം, എസ്പെഷ്യലി ലൈക്ക് ദിസ്. ഇപ്പൊ നമ്മൾ ബാങ്ക് നിഫ്റ്റിയില് നമ്മളിപ്പോ ഒരെണ്ണം കാണിച്ചു തന്നു കഴിഞ്ഞാല് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇത് ഈ ലെവൽസ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് RSI. ഇപ്പൊ ഇത് ലാസ്റ്റ് ഈ പറഞ്ഞ കഴിഞ്ഞ ഫ്രൈഡേ ക്രിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഡൈവേർജൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ട്രെൻഡ് ലൈൻ, ഇത് മേളിലേക്ക് ട്രെൻഡ് ലൈൻ വന്നിട്ടുണ്ട്, ഇതിന്റെ ട്രെൻഡ് ലൈൻ താഴേക്ക് ക്രിയേറ്റഡ് ആയിട്ട്. സോ ഹിയർ ദർ ഇസ് എ ക്ലിയർ കട്ട് ഡൈവേർജൻസ്. സെക്കൻഡ് കൺഫർമേഷൻ ഇസ് ദിസ് വൺ. ഏത്? നമ്മുടെ ലെവല് 46,943 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെവലാണ്. അവിടെ നിന്നുള്ള റിജക്ഷൻ ഉണ്ട്. നമ്മൾ ഒരു കാരണവശാലും ഇവിടെ കയറി ഈ ഡൈവേർജൻസ് വന്നിട്ടുള്ള ഇതിലാണ് എന്ന് പറഞ്ഞ് ഇവിടെ കയറി എല്ലാം നമ്മൾ എടുക്കുന്നത്. നമുക്ക് ഒരു കൺഫർമേഷൻ കൂടെ കിട്ടണം. ഒരു റെഡ് ക്യാൻഡിൽ, ഒരു നെഗറ്റീവ് ക്യാൻഡിലും കൂടി ഫോം ചെയ്യാൻ പറ്റണം. ഇവിടുന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് ഹാവ് നമ്മുടെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 EMA ഫസ്റ്റ് ടാർജറ്റും സെക്കൻഡ് ടാർജറ്റ് CPR ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ബേസിക്കലി RSI ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഇപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇത് ഇവിടം വരെ വന്നു, പക്ഷേ അതിനുശേഷം മേലിലേക്ക് കയറിപ്പോ കഴിഞ്ഞപ്പം RSI മേലിലേക്ക് കയറിപ്പോയി. സോ വി ഡോണ്ട് ഹാവ് എനി ഡൈവേർജൻസ് ദർ. അപ്പൊ അവിടെ പക്ഷേ മാർക്കറ്റ് തിരിച്ചു വന്നു. അപ്പൊ RSI ഡൈവേർജൻസ് ഉണ്ടായാൽ മാത്രമാണ് മാർക്കറ്റ് തിരിച്ചു വരുള്ളൂ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. RSI ഡൈവേർജൻസ് ഇല്ലെങ്കിലും മാർക്കറ്റ് തിരിച്ചു വരാം. ഇനി ഇത് നമ്മൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ പ്രൈസിന്റെ ട്രെൻഡ് ലൈൻ താഴേക്ക് വരുന്നു, ഇൻഡെക്സിന്റെ ട്രെൻഡ് ലൈൻ RSIയുടെ ട്രെൻഡ് ലൈൻ സ്ലൈറ്റ്ലി, വലിയ ഡൈവേർജൻസ് എന്ന് പറയാനില്ല, ബട്ട് സ്ലൈറ്റ്ലി മേളിലേക്ക് പോകുന്നു. അറിയാലോ, കണ്ടാൽ അറിയാലോ, സ്ലോപ്പ് ടുവേർഡ്സ് അപ്സൈഡ്. പക്ഷെ മേജർ ആയിട്ടുള്ള ഇവിടെ എന്താ, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഇതിവിടെ തിരിച്ചു കയറിയോ. പക്ഷെ മാർക്കറ്റ് ക്ലോസ് ചെയ്തുകൊണ്ട് അവിടെ വെച്ച് ക്ലോസ് ആയി എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ രണ്ട് കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു 3 o'clock അല്ലെങ്കിൽ 3:15 ശേഷം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഈ പറഞ്ഞ ഡൈവേർജൻസ് വർക്ക്ഔട്ട് ആണോന്നില്ല. കാര്യം സ്ട്രെങ്ത് ഓൾറെഡി കുറഞ്ഞു വരും, സ്പീഡ് ഓൾറെഡി കുറഞ്ഞു വരും. അത് മാർക്കറ്റ് വീഴാനുള്ള കാരണമോ അല്ലെങ്കിൽ കയറാനുള്ള കാരണം കൊണ്ടായിരിക്കില്ല, പക്ഷെ ടൈം ഇല്ലാത്തതിന്റെ കാരണം കൊണ്ടും അത് കുറഞ്ഞു വരും. അപ്പൊ ഇതാണ് ബേസിക്കലി RSI ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അപ്പൊ RSI ഡൈവേർജൻസ് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും RSI ഡൈവേർജൻസ് മാത്രമായിട്ട് യൂസ് ചെയ്യരുത്, അതിന്റെ കൂടി എന്തെങ്കിലും ക്ലബ് ചെയ്തിരിക്കണം. സാധാരണ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ മാതിരി ഈ വോളിയം സ്ട്രാറ്റജിയിൽ നമ്മുടെ മെയിൻ ഇപ്പൊ നമ്മൾ ബേസിക്കലി മിക്കവരും യൂസ് ചെയ്യുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്, വോളിയം ബേസ്ഡ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. അതിനൊരു 70% to 75% റേറ്റ് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് അത്രയും തന്നെ RSI ഡൈവേർജൻസ് കിട്ടും. പക്ഷെ മറ്റേതിൽ നമ്മൾ ഒരു സാധനം മാത്രം നോക്കിയാൽ മതി, ഏത്? വോളിയം കൺഫർമേഷൻ മാത്രം നോക്കിയാൽ മതി. പക്ഷെ RSI ഡൈവേർജൻസിൽ അങ്ങനെയല്ല, വോളിയം കൺഫർമേഷനും നോക്കണം, അതിന്റെ കൂടി 1-2 അഡീഷണൽ കൺഫർമേഷൻസും കൂടി നോക്കണം. നമുക്കൊരു 70 to 80% കൺഫേം ട്രേഡ്സ് നമുക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുള്ള സാധനമാണ് ഈ RSI ഡൈവേർജൻസ്. കാര്യം ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ RSI ഡൈവേർജൻസ് എന്നാണ് പറയപ്പെടുന്ന. വി ഡോണ്ട് നോ ദ ഫാക്ട്. അപ്പം ഇത് ബേസ് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെങ്ത്തിനൊപ്പമാണ് പോകുന്നത്. അതായത് മാർക്കറ്റിന്റെ സ്ട്രെങ്ത് മേളിലേക്ക് കയറി പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു കാരണവശാലും ഇപ്പോൾ ഒരു സാധനം മേളിലേക്ക് കയറി പോവുകയാണ്. ബേസിക്കലി റീറ്റെയിലേഴ്സിന് ഒരു കൺസെപ്റ്റ്, മാർക്കറ്റ് മേളിലേക്ക് കയറി പോകണമെങ്കിൽ അത് മേളിലേക്ക് തന്നെ പോകും, അല്ലെങ്കിൽ താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് തന്നെ വരും എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതല്ല, മേളിലേക്ക് കയറി പോകുന്ന സാധനത്തിന്റെ സ്ട്രെങ്ത് എവിടെ വെച്ച് കുറയുന്നു, അപ്പൊ നമുക്ക് ഏറ്റവും മേളിൽ നിന്ന് PE എടുക്കാൻ പറ്റും. അതുപോലെ താഴേക്ക് വരുന്ന സാധനത്തിന്റെ താഴേക്ക് പോകാനുള്ള സ്ട്രെങ്ത് എവിടെ വെച്ച് കുറയുന്നു എന്ന് നമ്മൾ ഇൻഫോം ചെയ്യുന്നതാണ് RSI ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് താഴേന്ന് സിയും മേളിൽ നിന്ന് PEയും എടുക്കാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ RSI ഡൈവേർജൻസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാര്യം നമ്മൾ ഇത് എന്താ പറയാ, വോളിയം സ്ട്രാറ്റജി ബേസ് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു കൺഫർമേഷൻ കിട്ടില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ മേളിലേക്ക് കയറി ഒരു സാധനം കയറി സി ആണ്, ഇൻഡെക്സ് ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്ന, ബുള്ളിഷ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും,
മേളിലേക്ക് കയറി താഴേക്ക് വന്ന ഒരു റീട്രേസ്മെന്റ് വന്ന് നമുക്ക് ഒരു സപ്പോർട്ടിൽ നിന്ന് സപ്പോർട്ട് എടുക്കുന്നു. അവിടെ വെച്ച് നമുക്കൊരു വോളിയം കൺഫർമേഷൻ കിട്ടുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? സി എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യും. RSI ഡൈവേർജൻസ് അങ്ങനെ അല്ല യൂസ് ചെയ്യുന്നത്. മേളിലേക്ക് പോകുന്ന ഒരു സാധനത്തിന്റെ റീട്രേസ്മെന്റ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇവിടുന്ന് വന്നിട്ട് അതിന്റെ ഈ റീട്രേസ്മെന്റ് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് RSI ഡൈവേർജൻസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. ചില സമയത്ത് മേജർ ഭയങ്കര ഡൈവേർജൻസ്, അപ്പൊ നേരത്തെ നിഫ്റ്റി കാണിച്ച പോലത്തുള്ള മേജർ ഡൈവേർജൻസ് വിത്ത് മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ വരവ് ഇങ്ങനെ ആയിരിക്കുള്ളൂ വരുന്നത്. ഇതിലിപ്പോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 133 പോയിന്റ്സ് ആണ് നമുക്ക് വിത്ത് 11 ക്യാൻഡിൽസ്, അതായത് ഒരു 1 അവറിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയിരിക്കുന്നത്. അപ്പം അതാണ് RSI ഡൈവേർജൻസിന്റെ എത്രത്തോളം ഡൈവേർജൻസ് ക്രിയേറ്റഡ് ആവണോ അതിന്റെ കൂടെ അഡീഷണൽ എത്രത്തോളം കൺഫർമേഷൻസ് കിട്ടുന്നോ അത്രത്തോളം പോയിന്റ്സ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരെണ്ണത്തിന്റെ കാര്യമാണ് ഈ RSI ഡൈവേർജൻസ് എന്ന് പറയുന്നത്. ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് തന്നെ ഇരിക്കണം. നമ്മൾ ഫോണിലിട്ട് വരച്ചിട്ട് നോക്കാൻ പറ്റില്ല. ഇത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിസ്റ്റം തന്നെ നമ്മുടെ മുമ്പിൽ വേണം. പിന്നെ ഈ RSI ഡൈവേർജൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും, ട്രേഡിംഗ് വ്യൂവിലും കാണും, നമ്മുടെ സെറോദയിലൊക്കെ കാണാൻ പറ്റും. ഒരു കാരണവശാലും അത് വെച്ച് പോകരുത്. നിങ്ങളായിട്ട് തന്നെ പോയി പണി വാങ്ങിക്കുന്നതിന് തുല്യമാവും. ഇത് എപ്പോഴും ആ സാധനത്തിന്റെ RSIയുടെ കാൽക്കുലേഷൻ തന്നെ തെറ്റാണ്. അത് RSIയുടെ കാൽക്കുലേഷൻ RSI തന്നെ ഇൻഡിക്കേറ്റർ എടുത്തിട്ടിട്ട് നമ്മൾ തന്നെ നോക്കണം അതിൽ ഡൈവേർജൻസ് വന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതായത് ഫിക്സ്ഡ് ആയിട്ട് RSI ഡൈവേർജൻസ് നമ്മുടെ മുമ്പിൽ വരുന്ന സാധനം ഫോളോ ചെയ്യാൻ നോക്കരുത്. അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എപ്പോഴും RSI ഡൈവേർജൻസ് കറക്റ്റ് ആയിട്ട് നോക്കാം. ഇപ്പൊ ഇതിന്റെ അകത്ത് RSI ഡൈവേർജൻസ് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഒരെണ്ണം നമുക്ക് ഇതിന്റെ അകത്ത് കാണാൻ പറ്റും. നമ്മുടെ ഇപ്പൊ ധനിൽ തന്നെ ധനിന്റെ ട്രേഡിംഗ് വ്യൂ ചാർട്ടിലെ RSI ഡൈവേർജൻസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. പക്ഷേ ഇത് വർക്ക്ഔട്ട് ആവില്ല. ദിസ് വിൽ നോട്ട് വർക്ക് ഇറ്റ് ഔട്ട് ഫോർ യു. വർക്ക്ഔട്ട് ആവും, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇവിടെ വെച്ച് RSI, പക്ഷെ ഇവിടെ വെച്ച് നമുക്ക് RSI കിട്ടുന്ന ഇതിന്റെ ഡൈവേർജൻസ് കിട്ടാൻ നമുക്ക് ഇവിടെ വെച്ച് ഡൈവേർജൻസ് കിട്ടി നമുക്ക് എടുത്തു പോകാൻ പറ്റില്ല. ഇപ്പൊ ഇത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനെ നമുക്കൊരു ഡൈവേർജൻസ് എന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ഒരു ഡൈവേർജൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല ഈ സാധനം. കാരണം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് വേറെ സെക്കൻഡ് കൺഫർമേഷൻ നമുക്ക് ഇവിടെ ഇല്ല. അതുകൊണ്ടാണ് ഇത് ഇവിടെ വെച്ച് കൺസോളിഡേറ്റ് ചെയ്ത് തിരിച്ച് ഒന്നും കൂടെ മേളിൽ കയറി നമുക്ക് കൺഫർമേഷൻ കിട്ടി നേരെ താഴേക്ക് പോകുന്നു. അപ്പൊ ആ ഒരു ബേസിക്കലി ഇപ്പൊ ഇത് തന്നെ കണ്ടില്ല, ഇതിന്റെ RSI ഇപ്പൊ ഇതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇൻഡിക്കേറ്ററിൽ ഇപ്പൊ RSI ഡൈവേർജൻസ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ നോക്കുകയാണെങ്കിൽ ഇതിവിടെ ആയിട്ടാണ് നിൽക്കുന്നത്. ഇത് നോക്കിക്കേ, ഇറ്റ്സ് ഓൾമോസ്റ്റ് സെയിം ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ RSI തന്നെ എടുത്തിടുക. RSI തന്നെ എടുത്തിട്ടതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ട, നമ്മുടെ ഡൈവേർജൻസ് നമ്മൾ തന്നെ വെരിഫൈ ചെയ്യാം. നമുക്കത് ലൈവ് മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ അപ്പം പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഞാനൊരു ഡൈവേർജൻസ് വരുമ്പോൾ പലപ്പോഴും ഗ്രൂപ്പിൽ പറയുന്നതിന് കാരണം എന്താണ്, ഞാൻ RSIയിലേക്ക് ഫുൾ ടൈം നോക്കിയിരിക്കുന്ന ആളൊന്നും അല്ല. RSI വളരെ ഇടയ്ക്ക് എൻ്റെ ചാർട്ടിൽ ഇൻഡിക്കേറ്റർ ആയിട്ട് RSI വരുള്ളൂ. പക്ഷേ വരാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നുമ്പോൾ, കാരണം മാർക്കറ്റ് ഒരുപാട് മേളിലേക്ക് കയറി ഒരു ചെറിയ കൺസോൾട്ടേഷൻ വന്നു, പിന്നെ ഒന്നും കൂടെ മേളിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ ഡൈവേർജൻസ് ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ളത്. ഇപ്പൊ അന്ന് തന്നെ ഇവിടെ ഇത് വന്നു, മേളിലേക്ക് വന്നു, ചെറിയൊരു കൺസോൾട്ടേഷൻ വന്നു, ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ കയറുമ്പോൾ തന്നെ ഞാൻ RSI ഡൈവേർജൻസിനെ ഇൻഡിക്കേറ്റ് ഇട്ട് നോക്കുകയാണ് അവിടെ വരാൻ സാധ്യതയുണ്ടോ. കാരണം അവിടെ വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. അത് ബിക്കോസ് ഹിസ്റ്ററി റിപ്പീറ്റ്സ്. അപ്പൊ അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവിടെ RSI ഡൈവേർജൻസ് ഉണ്ടെന്ന്. നമ്മളത് ഗ്രൂപ്പിൽ മെൻഷൻ ചെയ്യുകയും ചെയ്തു. ഇപ്പൊ ഇതാണ് ബേസിക്കലി RSI. അതായത് പ്രൈസ് കയറുന്നതിന്റെ ഒപ്പം RSI കയറാതിരിക്കുക. അതായത് അപ്പം എന്താ പറയുക, നെഗറ്റീവ് സൈഡിലേക്ക് താഴേക്ക് ഡൈവേർജൻസ് ആയിട്ടുണ്ട്, സ്ട്രെങ്ത് തീർന്നു, മാർക്കറ്റ് തിരിച്ച് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. അവിടെ സാധ്യതയാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രൈസ് താഴേക്ക് വരുന്നു, പക്ഷെ RSI അതേ സ്പീഡിൽ താഴേക്ക് വരുന്നില്ല. അതായത് ആ താഴേക്ക് വരുന്നതിന്റെ സ്പീഡ് തീരാറായി, തിരിച്ച് റിവേഴ്സലിനുള്ള സമയമായിട്ടുണ്ട് എന്ന് പറയുന്നതാണ് RSI ഡൈവേർജൻസ്. വളരെ റെയർ ആയിട്ട് ഒരു ദിവസം 1-2 ഒക്കെ കിട്ടിയാലേ ആവുള്ളൂ. അത് ശ്രദ്ധിച്ച് ഒരെണ്ണം വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു റെഗുലർ ആയിട്ട് അത് മാത്രം ഫോളോ ചെയ്ത് നമുക്ക് ഒരിക്കലും ട്രേഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന്റെ കൂടി വേറെ സെറ്റപ്പുകൾ ഇപ്പൊ നമ്മളെ ഈ പറഞ്ഞ മാതിരി നമ്മളൊരു ഫുൾ ടൈം ട്രേഡർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ RSI ഡൈവേർജൻസ് മാത്രം നോക്കി നിന്നിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രോപ്പർ RSI ഡൈവേർജൻസ് കിട്ടിയിട്ടില്ല. ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് RSI ഡൈവേർജൻസ് എന്ന് പറയാമെങ്കിലും ഇത് നമുക്ക് RSIയുടെ ഡൈവേർജൻസ് മാത്രമേ ഒരു കൺഫർമേഷൻ ഉള്ളൂ. പക്ഷെ നമുക്ക് വേറൊരു കൺഫർമേഷൻ നമുക്കിവിടെ കിട്ടിയിട്ടില്ല. നമുക്കിവിടെ വേറൊരു കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. അതിന് പകരം ഇത് ഇവിടെ പോയിട്ട് മുട്ടിയിട്ട് ഈ ലെവലിൽ 22-124 പോയി ടച്ച് ചെയ്തിട്ട് ഇതുമാതിരി തിരിച്ചു വരികയാണ്. അതുമായിട്ട് ഒരു പ്രോപ്പർ ഒരു ക്യാൻഡിൽ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ
നമുക്ക് ഇത് കാര്യം ഇതിന്റെ ഇത് കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് പോകുന്നു, പക്ഷെ ഡൈവേർജൻസ് വളരെ ചെറിയ സ്ലാൻഡിങ് ലൈൻ ആയിട്ടാണ് ഡൈവേർജൻസ് ക്രിയേറ്റഡ് ആയിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇത് RSI ഇവിടം വരെ വന്നു, അതിനുശേഷം പിന്നെ ആ ഹൈ കട്ട് ചെയ്ത് മേളിൽ പോയി കഴിയുമ്പോൾ RSI മേളിലേക്ക് കയറി പോയി. ദാറ്റ് മീൻസ് സ്ട്രെങ്ത് സ്റ്റിൽ ദെയർ, മാർക്കറ്റിന് അപ്പോഴും സ്ട്രെങ്ത് ഉണ്ട്. ആൾക്കാർക്ക് പറ്റാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഈ RSI മേളിലേക്ക് തന്നെ കയറിപ്പോണ്ടാവും, പക്ഷെ ഇവിടെ വന്നിട്ട് എന്തെങ്കിലും കാണുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് റിജക്ട് ചെയ്യാൻ സാധ്യത പറഞ്ഞിട്ട് ചാടി കയറി പിയിലേക്ക് പോകും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാനും RSI നോക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷെ ഫോണിൽ വെച്ചിട്ട് RSI ഡൈവേർജൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കരുത്. കാരണം ആ ചെറിയ സ്ക്രീനിൽ നമുക്ക് ഇതുമാതിരി വരച്ചിന് നോക്കണം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ആ ട്രെൻഡ് ലൈൻ ഇട്ട് തന്നെ നോക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അത് RSI ഡൈവേർജൻസ് വന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. ഒരു റെഗുലർ ആയിട്ട് ഇത് മോണിറ്റർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചോളം RSI ഡൈവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് അത് കണ്ടാൽ അത് മനസ്സിലാവും. വരാൻ സാധ്യതയുള്ള ലെവൽ വരുമ്പോൾ അയാൾക്കത് മനസ്സിലാവും അവിടെ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ നമുക്ക് RSI നോക്കിക്കഴിഞ്ഞാൽ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് RSI ഡൈവേർജൻസ് വന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ളത് ഉറപ്പ് വരുത്താൻ പറ്റും. അതല്ല ഇത് റെഗുലർ ആയിട്ട് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള ഇവിടെ വെച്ച് RSI ഡൈവേർജൻസ് ഉണ്ടെന്നൊന്നും മനസ്സിലാവില്ല. അപ്പം എപ്പോഴും ബേസിക്കലി ഇത് ആദ്യം ഒന്ന് മോണിറ്റർ ചെയ്ത് ശീലിക്കുക. അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് മനസ്സിലാവും, ഒരു മാർക്കറ്റിന്റെ മൂവ്മെന്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഓക്കെ ഇവിടെ ഒരു ഡൈവേർജൻസ് വരാൻ സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പം നമ്മൾ RSI ബേസ് ചെയ്തിട്ട് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും വി ആർ ഗെറ്റിംഗ് എ ഡൈവേർജൻസ് ഫ്രം ദെയർ. ഇപ്പൊ ഇതിൽ തന്നെ ഒരു പ്രോപ്പർ ആയിട്ട് ഒരു ടെക്നിക്കലി ട്രേഡ് എടുക്കുന്ന ആളെ സംബന്ധിച്ചോളം അയാൾ ഇവിടെ നിന്നാണ് എടുക്കുകയുള്ളൂ. ഒരു കാരണവശാലും ഇവിടെ പോയി എടുക്കില്ല. ഞാൻ ചിലപ്പോൾ എടുത്തെന്ന് വരാം, പക്ഷേ അത്ര പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചോളം, അത്ര കൺഫർമേഷൻ റിസ്ക് കുറച്ച് എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം അയാൾ ഇവിടെ വെച്ചാണ് ഇതിൽ വന്നിട്ടേ അയാൾ എടുക്കുകയുള്ളൂ. ഇവിടെ വന്നിട്ടില്ല, കാര്യം ഇത് ഫ്ലാറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയാണ്. അത് ചിലപ്പോൾ തിരിച്ച് കൺസോളിഡേറ്റ് ചെയ്തിട്ട് തിരിച്ച് കയറി പോകാൻ പാടില്ലായി ഒന്നുമില്ല. ബട്ട് മേജർ ഡൈവേർജൻസ് വന്നിട്ടുണ്ട്, ബട്ട് ദാറ്റ് ഇസ് ഫൈൻ. അപ്പൊ ഈ ഒരു പാറ്റേൺ കൂടെ ക്രിയേറ്റ് ചെയ്തിട്ട് ഈവനിങ് സ്റ്റാർ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, റിസ്ക് കുറച്ച് എടുക്കാവുന്ന സംബന്ധിച്ചോളം. ഇതാണ് ബേസിക്കലി RSI ഡൈവേർജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വലിയൊരു ന്യൂക്ലിയർ സയൻസ് ഒന്നുമല്ല, ഇത്രയേ ഉള്ളൂ. മാർക്കറ്റ് കയറി പോകുന്നു, പക്ഷെ ആ സ്ട്രെങ്ത്, ആ പർട്ടിക്കുലർ ചാർട്ടിന്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു. അതായത് RSI മേലേക്ക് ഒപ്പം കയറി പോകുന്നില്ല, RSI ഡൈവേർജൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഒരു കാരണവശാലും RSI ഡൈവേർജൻസ് മാത്രമായിട്ട് ട്രേഡ് ചെയ്യരുത്. അതിന്റെ കൂടി വേറെ എന്തെങ്കിലും കൂടി ഒന്ന് ക്ലബ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഞാനത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് RSI ഡൈവേർജൻസ് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി മാത്രം. ഇത് നാളെ മുതൽ മോണിറ്റർ ചെയ്ത് നോക്കുക. പറ്റുന്നവർ, ഞാൻ പറഞ്ഞ ഫോണിലാണെങ്കിൽ മോണിറ്റർ ചെയ്യുക, ട്രേഡ് ചെയ്യാൻ നോക്കരുത്. കാര്യം അത് കറക്റ്റ് മനസ്സിലാവില്ല. നമ്മൾ ആ ചെറിയ സ്ക്രീനിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കിയെടുക്കാൻ. അപ്പം ലാപ്ടോപ്പിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഇത് മോണിറ്റർ ചെയ്യാൻ നോക്കുക. എന്നിട്ട് അതിൽ സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റിലിട്. വിൽ ട്രൈ ടു കറക്റ്റ് ഇറ്റ്. അതിലെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ പറഞ്ഞു തരാം. അത് മനസ്സിലാക്കി അത് അക്കസ്റ്റംഡ് ആയതിനു ശേഷം RSIയുടെ വേറൊരു ഭാഗമുണ്ട്, ഹിഡൻ ഡൈവേർജൻസ് എന്ന് പറയും. RSI ഹിഡൻ ഡൈവേർജൻസ് എന്ന് പറഞ്ഞിട്ട് ആ സബ്ജക്റ്റിൽ പോകാം. അത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. അത് സ്ട്രേറ്റ് ഡൗൺ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആൾക്കാർക്ക് അത് മനസ്സിലാവില്ല. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ RSI ഡൈവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബേസിക്കലി മാർക്കറ്റിൽ കീപ് എവറിത്തിങ് സിമ്പിൾ. എല്ലാം വളരെ സിമ്പിൾ ആയിട്ട് വെക്കാം, ഒന്നും കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക. ഈ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന ആരാന്ന് വെച്ചാൽ ഇത് പഠിപ്പിക്കാൻ നൽകുന്ന ആൾക്കാരുണ്ട്. ഈ കാശ് വാങ്ങിച്ച് പഠിപ്പിക്കാൻ അവരത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കും. കാര്യം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാധനമാണ്, അതാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളൊരു ഒരു സിനേരിയോ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതല്ല, ട്രേഡിങ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത് സിമ്പിൾ ആയിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളത് കോംപ്ലിക്കേറ്റഡ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് കോംപ്ലിക്കേറ്റഡ് തന്നെയാവും. ഇത് തന്നെ എനിക്ക് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റും. നിങ്ങൾക്ക് ഭയങ്കര സംഭവമാണ് RSI ഡൈവേർജൻസ് എക്സ്പ്ലെയിൻ ചെയ്യാനും എന്നെ കൊണ്ട് പറ്റും. പക്ഷെ ഞാനത് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാണ്, കാണിച്ചു തന്നാണ്. ഇതാണ് ഈ RSI ഡൈവേർജൻസ്, ഇത്രയേ ഉള്ളൂ സംഭവം. മനസ്സിലായോ? അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളെ ഗ്രൂപ്പിൽ ഞാൻ ഒരു ലെവല് റിജക്ട് ചെയ്യുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് റിജക്ട് ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു അത് എന്തുകൊണ്ടാണ് റിജക്ട് ചെയ്യുന്നത്. ഞാനൊരു വര വരച്ചിട്ടു. അത് ചില വരകളിന് പലർക്കും അറിയാവുന്ന പോലെ കളേഴ്സിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഗ്രീനിൽ വരച്ചിട്ടുണ്ടെങ്കിൽ അത് ടെമ്പററി ആണ്, ഒരു ദിവസത്തേക്ക് വേണ്ടി മാത്രമാണ്. അപ്പൊ അത് നോക്കിയ ആൾക്കാരുണ്ട്. എന്തുകൊണ്ട് ഞാൻ അവിടെ ആ ലൈൻ വരച്ചിട്ടു നോക്കിയിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്, മനസ്സിലായി നമുക്കന്ന്. അതുമാതിരി തന്നെയാണ് ഈ RSI ഡൈവേർജൻസ് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മനസ്സിൽ ഇത് അക്കസ്റ്റംഡ് ആവണം. അത് കാണുമ്പോൾ തന്നെ റീഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. അതിന് നിങ്ങൾ അക്കസ്റ്റംഡ് ആണ്, അതിന് നിങ്ങൾ മോണിറ്റർ ചെയ്യണം. വേറൊരാൾ പറഞ്ഞ് മോണിറ്റർ ചെയ്യണം. അതുകൊണ്ട് ഇത് എപ്പോഴും പറയുന്ന, ഇത് പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷെ പഠിക്കാൻ പറ്റും. ബേസിക്സ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റും. അതാണ് ഞാൻ അത് പഠിപ്പിക്കുകയല്ല, ബേസിക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കണം, എന്നാൽ മാത്രമേ അതിൽ കാര്യമുള്ളൂ. ഇപ്പം RSI എന്ന് മാത്രമേ ഉള്ളൂ. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്നുള്ള ഫുൾ ഫോം പോലും പറയാത്ത ആൾക്കാരാണ് കൂടുതലുള്ളത്.
അതാണ് സംഭവം. എന്താണ് ഈ RSI എന്നുള്ളതാണ് ആദ്യം പഠിക്കേണ്ടത്. അതാണ് നമ്മൾ പറഞ്ഞത്. അത് ആ പർട്ടിക്കുലർ ചാർട്ടിന്റെ നമ്മൾ എടുക്കുന്ന ഇട്ട ടൈം ഫ്രെയിമിന്റെ സ്ട്രെങ്ത് ആണ്. അതിന്റെ സ്ട്രെങ്ത്, സ്പീഡ്, അതായത് പ്രൈസിന്റെ ചേഞ്ച് ഇൻ പ്രൈസ്, സ്പീഡ് ഓഫ് ചേഞ്ച് ഇൻ പ്രൈസ് എന്നാണ് പറയുന്നത്. ആ പ്രൈസ് ചേഞ്ച് ചെയ്യുന്നതിന്റെ സ്പീഡാണ് RSI അളക്കുന്നത്. അപ്പൊ പ്രൈസ് ചേഞ്ച് ചെയ്യുന്ന സ്പീഡ് മേലേക്കുള്ള പ്രൈസ് ചേഞ്ചിങ്ങിന്റെ സ്പീഡ് കുറഞ്ഞു വരുമ്പോൾ RSIയുടെ മൂവ്മെന്റ് മേലിലേക്ക് കുറഞ്ഞു പോകും. അതായത് അതിന്റെ സ്ട്രെങ്ത് കുറയാറായി മോനെ, ഇപ്പൊ വീഴും എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. അത് മാത്രമായിട്ട് നോക്കരുത്. കാര്യം എന്ന് വെച്ചാൽ വേറൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും CPRന്റെ അകത്ത് RSI ഡൈവേർജൻസ് നോക്കരുത്, നടക്കൂല. CPRന്റെ അകത്ത് RSI ഡൈവേർജൻസ് വിൽ നോട്ട് വർക്ക് ഔട്ട്. അതിനും അവിടെ അതിന്റെ അകത്ത് സ്ട്രെങ്ത് ഇല്ല. പ്രൈസ് മൂവ്മെന്റ് മാത്രമേ ഉള്ളൂ, സ്ട്രെങ്ത് ഉണ്ടാവില്ല. അപ്പം ഒരു കാരണവശാലും RSI ഡൈവേർജൻസ് CPRന്റെ അകത്ത് ഇൻഡെക്സ് ഉള്ളപ്പോൾ RSI ഡൈവേർജൻസിലേക്ക് നോക്കാൻ നിൽക്കരുത്, പണി കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത്രയേ ഉള്ളൂ RSI ഡൈവേർജൻസ്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇട്ടോ, നമുക്ക് നോക്കിയിട്ട് കമന്റിൽ ഇട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ, ഞാൻ ഗ്രൂപ്പിന്റെ ഇതും ഇടാം. വെച്ചാൽ ഇതിൽ ഗ്രൂപ്പിൽ ഇല്ലാത്തവരും ചിലപ്പോൾ ഈ വീഡിയോ കാണുകയെന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാം, ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതല്ല കമന്റിൽ ക്വസ്റ്റ്യൻ ഇട്ട് കഴിഞ്ഞാൽ ഐ ട്രൈ ടു എക്സ്പ്ലെയിൻ എക്സാക്ട്ലി ഇറ്റ് ഇസ്. സോ ആദ്യം ബേസിക് മനസ്സിലാക്കുക, ഇത് ഇത്രയേ ഉള്ളൂ RSI ഡൈവേർജൻസ്. അല്ലാണ്ട് ഈ ആൾക്കാർ പറയുന്നവരെ ഇത് വലിയ കോംപ്ലിക്കേറ്റഡ് സംഭവമൊന്നുമല്ല. ഇത് ബേസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കുക, ഇന്ന് ചാർട്ട് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഓരോ കഴിഞ്ഞ പാസ്റ്റിലെ ചാർട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്യുക. അത് RSI വന്നിട്ട് ഡൈവേർജൻസ് എവിടേക്ക് വന്നിട്ടുണ്ട്, അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ടോ, വർക്ക്ഔട്ട് ആയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടാണ് അത് വർക്ക്ഔട്ട് ആയിട്ടില്ല എന്നുള്ളത് നിങ്ങൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അത് വർക്ക്ഔട്ട് ആയപ്പോഴൊക്കെ എന്തൊക്കെ കാരണം കൊണ്ടാണ് അത് വർക്ക്ഔട്ട് ചെയ്യാൻ കാരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്, അതും നിങ്ങൾ നോക്കുക. എന്നിട്ട് അത് നിങ്ങളൊരു സിസ്റ്റം ഡിഫൈൻ ചെയ്തെടുക്കുക. അപ്പം നമുക്ക് ഒരു കാരണം കൊണ്ട് മാത്രം ട്രേഡ് എടുക്കുന്നതിന് മൾട്ടിപ്പിൾ റീസൺ കൊണ്ട്. അപ്പോൾ ഒന്ന് നമ്മളൊരു വോളിയം സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. രണ്ടാമത്തത് നമ്മൾ VWAP ബേസ് ചെയ്തിട്ട് ഉള്ള ഒരു സ്ട്രാറ്റജി ഇവിടെ എല്ലാവർക്കും അറിയാം, പലർക്കും അറിയാവുന്ന ഒരു സംഭവം കൊണ്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ഇപ്പം RSI ഡൈവേർജൻസ് പറഞ്ഞു. അപ്പം ഒന്ന് കിട്ടിയില്ലെങ്കിൽ മറ്റൊന്ന്, ഒന്ന് മിസ്സായാൽ മറ്റൊന്ന് എന്നുള്ള രീതിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് മൾട്ടിപ്പിൾ കാര്യങ്ങൾ പറഞ്ഞു തന്നെ. ഏറ്റവും എളുപ്പമുള്ളതാണ് നമ്മുടെ വോളിയം ബേസ് സ്ട്രാറ്റജി. അത് ഏത് ഈ പറഞ്ഞ LKG കോച്ചിന്റെ അടുത്ത് പറഞ്ഞാലും മനസ്സിലാവുന്ന കാര്യമാണ്, അവർക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് ആദ്യം പറഞ്ഞു തന്നത്. കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സംഭവമാണ് ഈ പറഞ്ഞ മാതിരി നമ്മുടെ VWAP ബേസ് ചെയ്തുള്ള കാര്യം. അതിന്റെ സെറ്റപ്പ് വേണം, രണ്ട് ചാർട്ടൊക്കെ തുറന്ന് വെച്ച് നോക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ അത് പറ്റുള്ളൂ. അപ്പൊ അത് രണ്ടാമത് പറഞ്ഞു. RSI ഡൈവേർജൻസ് ഈ പറഞ്ഞ മാതിരി വലിയ സ്ക്രീനിൽ ചെയ്യാൻ പറ്റുള്ളൂ, ഫോണിലിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ അത് മൂന്നാമത് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോ, വിൽ വർക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ. അപ്പം ഈ വീക്കില് ഇനിയിപ്പം ഈ ദിവസം ഇന്നുണ്ട്. ഇന്ന് ബേസിക്കലി പറ്റുന്ന ഒരു കാര്യം ചെയ്യാം. RSI ഡൈവേർജൻസ് കമോഡിറ്റിയിലും വർക്ക് ചെയ്യും. ഇന്ന് 5 മണിക്ക് കമോഡിറ്റി മാർക്കറ്റ് ഓപ്പൺ ആവും. ഒന്ന് നോക്കുക, ഗോൾഡിലും ക്രൂഡിലും ഒന്ന് എടുത്ത് നോക്കുക RSI ഡൈവേർജൻസ്. ലൈവ് മാർക്കറ്റിൽ നോക്കിയാലും മനസ്സിലാവും ഏറ്റവും ബെറ്റർ. കാര്യം നമ്മൾ അതിനുശേഷം നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് പിന്നീട് നമുക്ക് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ലൈവ് മാർക്കറ്റിൽ തന്നെ നമ്മളത് കണ്ട് മനസ്സിലാക്കി നമുക്ക് അതിന് റിയാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ കാര്യം നടത്താൻ പറ്റും. മറ്റേ നമ്മൾ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ വന്നതുകൊണ്ട്, അപ്പം എന്ന് വെച്ചാൽ നമ്മൾ ആ വീഴ്ചയിൽ ഉള്ള RSI ഡൈവേർജൻസ് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, അല്ലാത്തത് നമ്മൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. ലൈവ് മാർക്കറ്റിൽ അങ്ങനെയല്ല. നമ്മൾ ഡൈവേർജൻസ് മാത്രമാണ് നോക്കിയിരിക്കുന്ന. ഡൈവേർജൻസ് വന്നിട്ട് പിന്നെ അവിടെ നിന്ന് വീഴുന്നുണ്ടോ അല്ലെങ്കിൽ മേലിലേക്ക് കയറി പോകുന്നുണ്ടോ എന്നുള്ള ലൈവ് മാർക്കറ്റിൽ നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ, ഇന്നിപ്പം കമോഡിറ്റി ചെയ്യാത്തവരെ സംബന്ധിച്ചോളം ക്രൂഡോ നാച്ചുറൽ ഗ്യാസോ ഗോൾഡോ ഇട്ടിട്ട് RSI ഇട്ടിട്ട് നോക്കുക, ഡൈവേർജൻസ് വരുന്നുണ്ടോ, വന്നത് ആസ് ഇറ്റ് ഇസ് വർക്ക് ഔട്ട് ആവുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ, ഐ വിൽ ഗെറ്റ് യുവർ റിപ്ലൈ. ഓക്കെ അല്ലേ? അപ്പം എല്ലാവരും ലോങ് വീക്കെൻഡ് ആയിരുന്നു, യൂട്ടിലൈസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് ഏതെങ്കിലുമൊക്കെ സ്റ്റോക്കുകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പറയാം, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് വിൽ വർക്ക് ഫോർ എവറിബഡീസ് ബെറ്റർ ദിസ് തിങ്. ഓക്കെ, സോ ഗുഡ് ബൈ.